ഇത് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു കാർട്ടൂൺ വർക്ക്ഷോപ്പിലേക്കാണ് നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചാലക്കുടി നഗരസഭയും കല്ലേറ്റുംകര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ്. ചാലക്കുടി നഗരസഭയുടെ 2023-24 അധ്യയന വർഷമല്ല വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഇൻസൈറ്റ്. ശരിക്കും ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാലക്കുടി നഗരസഭയുടെ പരിധിയിൽപ്പെടുന്ന സ്കൂളുകളിലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആ ഒരു പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും പരിശീലനങ്ങളും നൽകുക എന്നുള്ളതാണ്. ബിന്ദു ടീച്ചർ ഇവിടെ വിശദമായി പറഞ്ഞ പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ ബി ജോർജ് കൗൺസിലറായി വന്ന സമയം മുതൽ ഏറ്റവും കൂടുതൽ ഊന്നിപ്പറയുന്ന നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ പദ്ധതി വിശദീകരണ യോഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലൊരു പദ്ധതിയുമായി ചാലക്കുടി നഗരസഭ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി. അതിനുശേഷം നമ്മൾ ടീച്ചേഴ്സിനെ വിളിച്ചു, പ്രധാന അധ്യാപകന്മാരെ വിളിച്ചു. ഇത്തരത്തിലുള്ള ഒരു പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ലോ ലേണിംഗ് ഉള്ള വിദ്യാർത്ഥിനികളെ അത്തരത്തിലുള്ള ഒരു സമൂഹം നമ്മുടെ അല്ലെങ്കിൽ എല്ലാ LP ആയാലും UP ആയാലും ഹയർ സെക്കൻഡറിയിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുകയാണ്. പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതൊരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ ചെയർമാൻ അതിൽ വളരെ നിർബന്ധമായിരുന്നു ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് പലതരത്തിൽ ടീച്ചേഴ്സിൻ്റെയൊക്കെ മീറ്റിങ്ങുകൾ പല പ്രാവശ്യം വിളിച്ചു. എങ്ങനെ നമുക്ക് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ, എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുക. അങ്ങനെയാണ് നമുക്കിപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ചാലക്കുടി നഗരസഭയിൽ ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചാലക്കുടി നഗരസഭയെ നയിക്കുന്ന ചെയർമാൻ്റെ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെയുള്ളൊരു ദീർഘവീക്ഷണം. പലപ്പോഴും ജനപ്രതിനിധികൾ ഞങ്ങളുടെ വാർഡിലേക്ക് കിട്ടുന്ന റോഡും തോടും വീടുകളും അല്ലെങ്കിൽ കട്ടിലുകളും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സംതൃപ്തി അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്ന ജനപ്രതിനിധികൾ വരുമ്പോൾ വളരെ പഠനകാലത്ത് വളരെയധികം രക്ഷകർത്താക്കളിൽ നിന്നും ടീച്ചർമാരിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒത്തിരിയേറെ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നാളെ ഇവർ ഈ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായി മാറേണ്ട ആളുകളെ കൃത്യമായ സമയത്ത് എങ്ങനെ ഇതിന് കോച്ചിങ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും ജനപ്രതിനിധികൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വിട്ടുപോവുകയാണ്. അങ്ങനെ ആ വിട്ടുപോകുന്ന ഒരു വലിയ ഫില്ലപ്പ് അത് പൂരിപ്പിക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ് ഇൻസൈറ്റ്. അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്ന പ്രൈവറ്റ് സ്കൂളുകളിൽ ലഭിക്കുന്ന സപ്പോർട്ട് അത് ഗവൺമെൻറ് സ്കൂളുകളിൽ അല്ലെങ്കിൽ താഴെ തലങ്ങളിൽ സാമ്പത്തികമായി ഉയർന്ന സൗകര്യമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് പഠിക്കാൻ മാത്രം സാധിക്കുന്ന പല കാര്യങ്ങളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പല കുടുംബങ്ങളിലെ കുട്ടികൾക്കും ലഭിക്കാതെ പോയത് കൊടുക്കണമെന്നുള്ള ഒരു ഉൾക്കാഴ്ചയാണ് ചാലക്കുടി നഗരസഭയുടെ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഈ പദ്ധതി. ഈ പരിപാടി കൊണ്ടുവരുന്നതിന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ സർക്കാരിന് ചില നിബന്ധനകളുണ്ട്. ചാലക്കുടി നഗരസഭ ബഹുമാനപ്പെട്ട ജോർജ് തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ബഹുമാന്യായ ജിജി ജോൺസണും വൈസ് ചെയർമാനായി ബഹുമാന്യായ ആലി ശിവുമൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ കൊണ്ടുവന്ന 2 പരിപാടികളാണ്. ഒന്ന് ഇൻസൈറ്റും മറ്റൊന്ന് നമ്മുടെ ഈ ഡിമിനിഷ്യയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പദ്ധതി. ഈ 2 പദ്ധതിയും തൃശ്ശൂർ ജില്ലയിലെ കേരളത്തിലെ നഗരസഭകളിൽ ഏറ്റവും നൂതനമായ പദ്ധതിയായിരുന്നു, ഇന്നൊവേറ്റീവ് പ്രോജക്റ്റായിരുന്നു.